ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ഗൈഡൻസ് മാത്രമാണ്, കറക്റ്റീവാണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വിട്ടുപോയ അവർ ഹാപ്പിയാണോ, നിങ്ങളോട് അവർ പറയാതെ പറയുന്നതെന്ന്. നിങ്ങളെ വിട്ടുപോയ അവർ ഹാപ്പിയാണോ, നിങ്ങൾ പറയാതെ പറയുന്നത് എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങളെ വിട്ടുപോയവർ ഹാപ്പിയാണോ, പറയാതെ പറയുന്നത് എന്താണ്? അവർ നിങ്ങളെ വിട്ടുപോയ ഹാപ്പിയാണോ, പറയാതെ പറയുന്നത് എന്താണ്? അപ്പോൾ നോക്കാം. 3 വീണിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ എനർജി വന്നത് ഒരു ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് കാർഡ് പറയുന്നത് ഒരു സെലിബ്രേഷൻ, ലവ്, ഫിസിക്കൽ റിലേഷൻ, കാർഡ് ഓഫ് യൂണിയൻ, കാർഡ് ഓഫ് മാരേജ്, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. മ്യൂച്വൽ ട്രസ്റ്റ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 8 ഓഫ് വാൻഡ്സ് തന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നത്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഒരു 8 ഓഫ് സോഡും ഒരു 10 ഓഫ് കപ്പുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 8 ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം, നിങ്ങൾ എന്തൊക്കെയോ പല കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അതിനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പം ചില ആൾക്കാർക്ക് എവിടെയും പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുറത്തേക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു അനുകൂല സാഹചര്യം വരുന്നതായിട്ടാണ് കാണുന്നത്, ഒരു സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ചില ആൾക്കാർക്കാണെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് അത് രക്ഷപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതായിട്ട് കാണുന്നത്, എല്ലാത്തിൽ നിന്നും സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ അനുഭവിച്ച സ്ട്രഗിളുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഈ 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയിൽ പറയുന്നത്. അപ്പോൾ അതിന് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയ 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അപ്പോൾ അതിലും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സ്ട്രെസ്സിലായിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നെങ്കിൽ, സമ്മർദ്ദം മൂലം നിങ്ങൾ മാനസിക പ്രശ്നം നേരിട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും കഴിഞ്ഞത് ആലോചിച്ചിരുന്നാൽ വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ നമ്മളെ കൂടെ ആരാ നമ്മളെ ഇഷ്ടപ്പെടുന്നത്, നമ്മളെ സ്നേഹിക്കുന്നത്, അവരുടെ കൂടെ കൂടി ചേർന്നിട്ട് നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ നമുക്ക് നല്ല ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ നിങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും ഒരു കൂടുതൽ സന്തോഷം, ആഘോഷമൊക്കെ ആഘോഷിക്കാനൊക്കെ തോന്നുന്ന ഒരു സെലിബ്രേഷനൊക്കെ ചെയ്യുന്ന, ചിലപ്പോൾ നിങ്ങൾക്കൊരു മാരേജൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത്. സെലിബ്രേഷനാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ. എല്ലാ ഫാമിലിയും ഒത്തൊരു സന്തോഷം, അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അടുത്തതൊരു 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുള്ളത്? ഒരു വേൾഡ് കാർഡാണ് വന്നത്. 8 ഓഫ് സോഡിൻ്റെ എനർജിയിൽ ഒരു വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 8 ഓഫ് സോഡിൻ്റെ എനർജി, ഒരു വേൾഡ് കാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ 8 ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ഭയത്തിൽ കൂടെ പോകുന്നത്, എന്തൊക്കെയോ ആരൊക്കെയോ പേടിച്ചിട്ട് ജീവിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാപ്പിൽപ്പെട്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അത് ആരെ അറിയുമെന്നുള്ള പേടി, അത് പറഞ്ഞാലുള്ള പ്രശ്നം എന്തൊക്കെയോ, അങ്ങനെ എന്തൊക്കെയോ ആരൊക്കെയോ പേടിച്ചിരിക്കുന്നത്, എന്തൊക്കെയോ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെടും, ആരൊക്കെയോ നഷ്ടപ്പെടും എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാ കോൺഫിഡൻസും നശിച്ചു പോകുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു കാര്യത്തിലും ബാലൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ അതൊക്കെ മറികടക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മറികടക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും, ആ ടെൻഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ, നിങ്ങൾ സ്വതന്ത്രമാകണമെങ്കിൽ
നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ നിന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യം കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കണം. എന്നെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കണ്ടേ. അപ്പം ഈ കൂടെയുള്ളവരുണ്ടായാൽ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു തടസ്സമായിട്ട് വരും. അപ്പോൾ അവരിൽ നിന്നെല്ലാം മാറ്റി നിർത്തി നിങ്ങൾ സ്വയം ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വന്തമായി ചെയ്തെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിദേശത്തോ സ്റ്റേറ്റ് വിട്ടൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അത് സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. പഠിക്കാൻ പോകുന്നവർക്ക് അതും സാധിക്കുന്നുണ്ട്. ചില ആളുകൾ ഫാമിലിയോടൊപ്പം മാറി താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധ്യമായതാണ് കാണുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയ കാര്യത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നത് ഒരു പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി, ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇത്രയും നാൾ ഒരു ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നന്നായിട്ട് ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാൾ പണം ഇല്ലാത്തത് കൊണ്ട് ഇവർ മറ്റുള്ളവരുടെ ഒരു താഴ്ന്ന നിലവാരത്തിലായി. ഇപ്പോൾ അവർ നന്നായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും ആവശ്യത്തിന് വേണ്ട പണങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുന്നൊക്കെ ഉണ്ടാവും ചിലപ്പം. അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് എല്ലാവരും അവരെ അട്രാക്റ്റീവായിട്ട് കാണുന്നത്. ഇപ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിൻ്റെ പ്ലാനിങ്ങിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ എല്ലാ കാര്യവും പൂർത്തീകരിച്ചിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഇവരാഗ്രഹം. നിങ്ങൾ അവിടെ തന്നെയുണ്ട്, അവരുടെ മനസ്സിലുമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ അവരോട്. അപ്പോൾ ഇവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് നിങ്ങൾ അങ്ങോട്ടും പോകില്ല, അവിടെ തന്നെ ഉണ്ട്. അവരെ വെയിറ്റ് ചെയ്തിരിക്കും. ഏത് സിറ്റുവേഷനിലാണെങ്കിലും അത് കഴിയുന്നത് വരെ നിങ്ങൾ അവരെ കാത്തിരിക്കുന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അവർക്ക് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇതുവരെ അനുഭവിച്ച പ്രശ്നങ്ങൾക്കെല്ലാം ഫിനാൻഷ്യലി ആയാലും ഫാമിലി പരമായാലും തേർഡ് പാർട്ടി പരമായാലും മറ്റുള്ളവർ ഇവരുടെ കാര്യങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത്. നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആകാൻ കാരണവും അതാണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിലും പരസ്പരം ടെലിപ്പതി മെസ്സേജൊക്കെ അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് നേരെ അവരുടെ മനസ്സിൽ തോന്നാം അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ. അപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തത് ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുടെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജി വന്നിട്ടുള്ളത്? 7 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സ്. 7 ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് നിങ്ങൾ അവരെ അത്രയധികം പ്രാധാന്യം ഇല്ലാത്തതുപോലെ ആണ് കാണുന്നത്. അപ്പോൾ കാണുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ട്. അപ്പം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നടക്കുകയാണ്, ജോലിക്ക് വേണ്ടി നടക്കുകയാണ്, ആ രീതിയിലൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങളോട് മത്സരിക്കാൻ കുറേയധികം ആളുകളുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളോട് മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. പുറമെ സ്നേഹം നടിച്ചിട്ട് എല്ലാവരും മത്സരിക്കാൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എതിർത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ എതിർത്ത കാര്യം നിങ്ങളിൽ തന്നെ വിശ്വാസം വന്നിട്ട് അത് ഏറ്റെടുക്കുന്നതായി കാണുന്നു. അപ്പോൾ നിങ്ങളിൽ തന്നെ ഒരുപാട് കോൺഫിഡൻസ് ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വിജയിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്ത് വന്നതൊരു ജസ്റ്റിസ് കാർഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. താങ്ക് യു യൂണിവേഴ്സ്. ഒരു ജസ്റ്റിസ് കാർഡ് 5 ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത് പാസ്റ്റിൽ ഹീൽ ചെയ്യാത്ത കാര്യം, പാസ്റ്റിൽ നിങ്ങൾ
ഹീൽ ചെയ്യാത്ത കാര്യം ഈ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും. അപ്പോൾ പാസ്റ്റ് ഹീൽ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ പാസ്റ്റിൽ നിങ്ങൾ ആരെയും സ്നേഹിച്ചൊരു കൂടെ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇഷ്ടപ്പെട്ട ആളുകൾ അവസാനം അവർക്ക് ഒന്നിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർ ആ വേദനയും വെച്ചിട്ടാണ് അവർ ജീവിതം തീർക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അടുത്ത ലൈഫിലും ഈ ലൈഫിലും പിന്നെ അങ്ങനെ തന്നെ ഒരു വന്നിട്ടുണ്ട്. ആ വേദന അവർ ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വേദന ഈ ലൈഫിലും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് പിന്നെ ഈ ജന്മത്തിൽ ഒരുമിക്കാൻ കഴിയാതെ പോയ കുറേ ആളുകളുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ആളുകൾ ഈ ജന്മത്തിലും വന്ന് പിന്നെ നമ്മുടെ കൂടെ ജീവിച്ച് ഹീലായെങ്കിലേ ആ വേദന നമുക്ക് ഈ സോളിന് വേദന മാറുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹീലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സമാധാനത്തിലുള്ളൊരു ജീവിതം കിട്ടും ഹീലായി കഴിഞ്ഞാൽ. ഇപ്പോൾ ചില ആളുകൾ ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പൊക്കെ തെറ്റേതാണ് ശരി ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വെട്ടി ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കാർമിക്കായ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ കാർമിക്കായ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫിലുള്ള ആ പിന്നെ ഇത് ഹീല് ചെയ്യാത്ത റിലേഷൻഷിപ്പാണ് കാർമിക്കായിട്ട് ഈ ജന്മത്തിലും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് കർമ്മ തീർക്കാൻ വേണ്ടി വരുന്നത് അത് വെട്ടി ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് അവർ ജീവിതത്തിന് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ക്യാരി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അതെല്ലാം ഒഴിവാക്കി പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയും വെട്ടി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ജസ്റ്റിസിൽ പറയുന്നത് ഇത് പിന്നെ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ഹീൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ നാളെ ജസ്റ്റിസ് കിട്ടും. അപ്പോൾ നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തതെങ്കിൽ അതിനുള്ള കർമ്മ നിങ്ങൾക്ക് തീർച്ചയായും നല്ലത് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് കർമ്മഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹാങ്ഡ് മാൻ വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് ഹാങ്ഡ് മാൻ. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഒരു ഹാങ്ഡ് മാനും ഒരു 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒന്നൊരു ബാലൻസ് ആകുന്നില്ല എന്നാണ് കാണുന്നത്. അവർ ഇപ്പോൾ നിങ്ങളെയും ചിന്തിക്കുന്നുണ്ട്, അവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിലുള്ള ആളുകളെയും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലുള്ള ആളുകളായും ഇപ്പോൾ നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരാ നല്ല ആളുകൾ, ആരാ പിന്നെ ഇവരെ കൂടെ നിൽക്കുന്നത്, ആരാ ആത്മാർത്ഥത ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ പേരൻസിൻ്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കിപ്പം പിന്നെ അവിടെ നിന്ന് വിട്ടു പോരാൻ പറ്റില്ല. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അല്ലാത്തവരുടെ കൂടെ നിൽക്കുന്നതാണെങ്കിൽ ഒരു ഫാമിലിയായി നിൽക്കുന്നതാണ്, അവരെ വിട്ട് പോകാൻ പറ്റില്ല. അല്ലാത്തവർ പിന്നെ വേറെ സിറ്റുവേഷൻ വേറെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ സിറ്റുവേഷനും നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് ഇവരോട് ആത്മാർത്ഥത കാണിക്കുന്നത്, ആരുടെ കൂടെ നിന്നാലാണ് ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവരെ സ്വാധീനിക്കാനുള്ള നല്ല കഴിവുണ്ട്. ആ ഒരു കഴിവിൽ അപ്പോൾ അവരുടെ ആ പെരുമാറ്റ സിറ്റുവേഷനിൽ ഈ ആൾ വീണ് പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരവിടെ കുടുങ്ങി നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയാണ് നല്ലതെന്ന് ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ രണ്ടുപേരും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിലല്ല അവർ കംഫർട്ടബിളായി നിൽക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ, എവിടെയും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പ്രശ്നത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലരെയും മനസ്സിലാക്കി അവരോട് അതിനനുസരിച്ച് പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ തലകീഴായി നിൽക്കുകയാണെങ്കിലും അവർ സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാണുന്നത്. പക്ഷേ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. എന്താണ് അവരുടെ മനസ്സിലുള്ളത്, നിങ്ങളോട് എന്താണ് അവരുടെ ഇപ്പോൾ മനസ്സിലുള്ള തീരുമാനം, അവരെന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഒന്ന് 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സ്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 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 5 ഓഫ് കപ്പിൻ്റെ എന
ഒന്ന് 7 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. അപ്പം ഒരു പിന്നെ 5 ഓഫ് കപ്പിൻ്റെ എനർജി ഒരു 7 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ മനസ്സിൽ എത്രത്തോളം പ്രണയമുണ്ടോ അത്രത്തോളം അവർക്ക് വേദനയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ത് കാര്യമായാലും ചിലപ്പോൾ അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോരേണ്ട അവസ്ഥ, ഈ പിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കാർമിക് റിലേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആ ബന്ധം വിട്ടു പോരേണ്ട അവസ്ഥയാണുള്ളത് കാർമിക് റിലേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഓർമ്മകൾ അവർ വിടാതെ സൂക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില ആളുകൾക്ക് ഒരു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവരെന്തൊക്കെയോ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ നേടാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും അവർക്കൊരു ശ്രദ്ധയും കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് കാണുന്നുണ്ട്. ചിലർക്ക് എക്സാമൊക്കെ എഴുതിയ ആളുകൾക്ക് ഒരു നിരാശ പോലെ ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയ ആളുകൾക്കും അതേ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിഷമം ഉണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ളത് മാത്രമല്ല, ഇനിയും മുന്നോട്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തിലും ഹാപ്പിനെസ് ഇല്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്തുകയുള്ളൂ എന്ന് അവർ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ഈ പേഴ്സൺ 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് പുതിയ ജോലി ചെയ്യണമെന്ന്, കൂടുതൽ പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശ്രമിക്കുന്നതായും റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നതായും ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. ബൈ.